ശേഷം നമുക്ക് കാണാം. നിങ്ങൾ കൊതി കൂടണ്ടാവുണ്ട്. ബൈ ദ ബൈ. നല്ല കേൾക്കുക. ഞങ്ങൾ ഒച്ചവിളി കിട്ടിയിരുന്നു ഇവിടെ. അത് ആദിക്കാണ് ഇതൊന്നും മുറിച്ചാ തക്കാളി ഞങ്ങൾ കൊടുക്കാൻ പോണത്. ആദ്യം തക്കാളി പ്രാന്തനാണ്. ഞാൻ തക്കാളി പ്രാന്താണ് കേട്ടോ. തക്കാളി കണ്ടാ ഛർദിക്കാൻ വരും. പക്ഷെ ഇത് ലേസ് ആയതുകൊണ്ടാണ് എനിക്ക് ഫേവറേറ്റ് സാധനം. സോ ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ തോന്നുന്നത്. ആരാധ്യന്റെ കൈപുണ്യല്ലേ, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കഴിച്ചു നോക്കാം. സൂപ്പർ ആയിട്ടുണ്ടാ. ഒരു അത് പിടിച്ചാ ഇല പിടിച്ചാ കുറച്ച് വന്നിട്ട് ഓരിട നോക്കി ഗൈസ്. ഞങ്ങൾ തിന്നണ്ടേ, പിന്നെ ഞങ്ങൾ തടിക്കണ്ടേ. തടിച്ചിട്ട് പോയാല് കാര്യമൊന്നുമില്ല. എന്താ തടിക്കണ്ടേ പിന്നെ. പിള്ളേര് നല്ല കൂട്ടാൻ ഇവരൊന്നും വിളിക്കണ്ടേന്ന് ഗൈസ്. എനിക്ക് തിന്നാളോ എന്നത് ആരൊക്കെ ഉണ്ടാക്കിയത്? ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ ബാക്കിയുള്ള സാധനമൊക്കെ അല്ലേ. വയസ്സാൻ മതിയല്ലോ. ആരില്ല ലേശം തന്നേ എനിക്ക് വയസ്സായി. കണക്ക് പറയാനുണ്ട്. ശ്രീയാണ് കുഴപ്പം. ഓളതിന് കല്ലൂടി കിണ്ണം സാധനം കിണ്ണം ഇതിക്കില്ലാണ്ട ഗൈസ്. എല്ലാ പ്രാവശ്യം സ്പൂൺ അവിടെ എടുക്കും, പാത്രം ഞാൻ എടുക്കും. അതാണ് പതിവ്. അന്ന് നൂഡിൽസ് ഉണ്ടാക്കിയപ്പോ സൂപ്പറല്ല. പറയട്ടെ, കഴിക്കട്ടെ. അടിപൊളി സാധനം, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ. ഞങ്ങളതൊക്കെ കഴിഞ്ഞ, പക്ഷെ ആരാധ്യന്റെ കഴിഞ്ഞില്ലേ ഗൈസ്. ഞാൻ പറയട്ടെ, കൊതി വിടാനുള്ള സാധ്യത. അപ്പോൾ സാധനം നല്ല അടിപൊളി സാധനമാണ്, മസ്റ്റ് ട്രൈ. പക്ഷെ വേറെ കാര്യമുണ്ട് ഗൈസ്, നിങ്ങൾ ഉള്ളിയും തക്കാളി ഒന്നും കൂടുതൽ ഇടരുത്. വയറിളക്കം പിടിച്ച് കക്കൂസ് കിടക്കാം. അത് പ്രത്യേകം പറഞ്ഞേക്കാം. അത് കുറച്ച് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. പക്ഷെ സാധനം ശ്രീകുട്ടി നല്ല വയറാണ്. സാധനം എല്ലാം കൂടി ചേരുമ്പോൾ നൂഡിൽസ് നിന്നിട്ട് അടിപൊളി നൂഡിൽസ്. നൂഡിൽസ് എന്തായാലും ഉണ്ടാക്കുമ്പോൾ കൊണ്ട് വരണ്ട. ഓൾക്ക് പറഞ്ഞാലും കുഴപ്പമായിട്ടാവും. ഞങ്ങൾ അത്ര എന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ഓണാക്കടാ. ഓണാണ്. ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, അടിപൊളിയാണ്. ഞാൻ കാലിയാക്കി ഗൈസ്. കിന്നിയും കിട്ടിയാൽ നന്നായിരുന്നു.